തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളൊക്കെ ഇങ്ങനെ ചൂട് പിടിക്കുകയാണ്. ഇപ്പോൾ തൃപ്പൂണിത്തുറ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ദീപക് ജോയിയാണ് നമുക്കൊപ്പം ഉള്ളത്. വലിയ ചൂടാണ്, ആവേശം ആ ചൂടിൽ തന്നെയാണ്. ചൂട് തന്നെയാണ് ആവേശം. തീർച്ചയായിട്ടും എല്ലാ ഇലക്ഷനുകളും ഭയങ്കര വെയിലുള്ള സമയത്ത് തന്നെയാണ് ഇലക്ഷനുകൾ. തീർച്ചയായിട്ടും ഇലക്ഷൻ ആവേശമാണ്, ഒരു ഉത്സവമാണ്, ജനാധിപത്യത്തിൻ്റെ ഉത്സവമല്ലേ. തീർച്ചയായിട്ടും അത് ആഘോഷിച്ച് എന്നുള്ള തീർച്ചയായിട്ടും തൃപ്പൂണിത്തുറ ഒരു ക്ഷേത്ര നഗരിയാണ്. വലിയ വികസനത്തിന് സാധ്യതയുള്ള കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. വലിയ വികസനം നടന്ന് മെട്രോ ഉൾപ്പെടെ വന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. തീർച്ചയായിട്ടും വലിയ സാധ്യതകളുണ്ട്. വലിയ വിജയം കരസ്ഥമാക്കും UDFിൻ്റെ 35 വർഷത്തെ മികച്ച ഭരണത്തിന് തുടർച്ചയുണ്ടാവും. ബാബു അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ ചെറിയ മാർജിനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്തവണ എങ്ങനെയായിരിക്കും? ഇത്തവണ തീർച്ചയായിട്ടും വലിയ മാർജിനിൽ തന്നെ ആയിരിക്കും വിജയം. തീർച്ചയായിട്ടും ഇവിടെ UDFിന് അനുകൂലമായ തരംഗമാണ്. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന LDFിനുണ്ടായിരുന്ന മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും ഉൾപ്പെടെ കോൺഗ്രസ് തിരിച്ചു പിടിച്ചിട്ടുണ്ട്. അത് കോൺഗ്രസ്സിന് വലിയ അഡ്വാൻറ്റേജ് ഉണ്ടാക്കും. തീർച്ചയായിട്ടും വലിയ ആവേശത്തിലാണ് പ്രവർത്തകരെല്ലാം തന്നെ. ഈ മത്സരം കടുക്കും, ഒരു വലിയ മത്സരം ഉണ്ടാകുമെന്ന് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വലിയ ഭൂരിപക്ഷം ഉണ്ടാകുന്ന സാഹചര്യമാണ് ഉള്ളത്. തീർച്ചയായിട്ടും വലിയ സാധ്യതകളുള്ള മണ്ഡലമാണ്. വലിയ വിജയം കരസ്ഥമാക്കും. അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ, അദ്ദേഹം സിറ്റിംഗ് MLA ആണ്, മണ്ഡലം മാറി മത്സരിക്കുന്നു. അതിനെ എങ്ങനെയാണ്? അതെന്തുകൊണ്ടാണെന്ന് LDF വ്യക്തമാക്കണം. ഒരു തവണ MLA ആയ ഒരു വ്യക്തിയെ തീർച്ചയായിട്ടും സിറ്റിംഗ് MLAമാർക്കെല്ലാം അതേ മണ്ഡലം തന്നെ അവസരം കൊടുത്താണ് ഇടതുപക്ഷം. അപ്പോൾ എന്തുകൊണ്ട് മണ്ഡലം മാറ്റി എന്നൊക്കെ ഉള്ളത് ജനങ്ങളെ ആലോചിക്കട്ടെ. ജനങ്ങളോട് CPM തന്നെ വിശദീകരിക്കാൻ തയ്യാറാകട്ടെ. ഈ സ്ഥാനാർത്ഥിത്വ നിർണയം വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചൊന്ന് വൈകി, അത് ഈ പ്രചരണത്തെ ബാധിച്ചിട്ടുണ്ട്? ഒരിക്കലുമില്ല. തീർച്ചയായിട്ടും കോൺഗ്രസ് പട്ടിക വന്നതിന് ശേഷം എല്ലാവരും തന്നെ വലിയ ആവേശത്തിൽ ഏറ്റെടുത്തിരിക്കുകയാണ്. പ്രവർത്തകരും ജനങ്ങളുമെല്ലാം കോൺഗ്രസിനെയാണ്. 10 വർഷത്തെ ദുർഭരണം തുടച്ചു നിൽക്കാൻ കോൺഗ്രസിനെ ആകുള്ളൂ. തീർച്ചയായിട്ടും അതിലേക്ക് തന്നെ എത്തിച്ചേരും. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ NDA ഇവിടെ വലിയ മുന്നേറ്റം കാഴ്ചവെച്ചതാണ് തൃപ്പൂണിത്തുറയിൽ. അപ്പോൾ അതൊക്കെ ഇത്തവണ ഒരു വെല്ലുവിളിയായിട്ട് കാണുന്നു. UDF തന്നെയാണ് മുന്നേറ്റം കാഴ്ചവെച്ചത്. UDFിന് കഴിഞ്ഞ തവണത്തെക്കാട്ടിയും കൂടുതൽ സീറ്റുകൾ ലഭിച്ചു. NDA മുന്നേറ്റം ഉണ്ടായെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. തീർച്ചയായിട്ടും UDFിൻ്റെ മുന്നേറ്റം വലിയ തോതിലുണ്ടായിട്ടുണ്ട്. UDFിന് കഴിഞ്ഞ തവണത്തെക്കാട്ടിയും നില മെച്ചപ്പെടുത്തി. 2 പഞ്ചായത്തുകൾ തിരിച്ചു പിടിച്ചു. അപ്പോൾ നല്ല മുന്നേറ്റത്തിൽ തന്നെ മുന്നോട്ട് പോകും. അപ്പോൾ എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ആധികാരികമായ ഒരു വിജയം എന്തായാലും ആധികാരികമായ വിജയം തന്നെ ഉണ്ടാവും. വലിയ ഭൂരിപക്ഷം ഉണ്ടാവും. എന്തായാലും ആശംസകൾ. ചൂടാണ്, പക്ഷേ അതിനൊന്നും വകവയ്ക്കാതെ ഇതുപോലെ സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ മണ്ഡലത്തിൽ ഈ പ്രചരണം കൊഴുപ്പിക്കുകയാണ്. ക്യാമറാമാൻ ബിവിൻ ആലുവയ്ക്കൊപ്പം AT അശ്വതി, അമൃത ന്യൂസ്, കൊച്ചി.